+1 ഓണം എക്സാമിന് മുഴുവൻ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, മാത്രമല്ല ഈ ഓരോ ചാപ്റ്റേഴ്സിലും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ്. +1 കെമിസ്ട്രിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളത് എന്നും ആ ഓരോ ചാപ്റ്ററും എത്ര മാർക്കിനാണ് ഈ ഓണപരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 3 ചാപ്റ്റർ, അതായത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, ഈ 3 ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സ്കൂളിൽ ഏത് ചാപ്റ്റേഴ്സൊക്കെയാണോ എടുത്തിരിക്കുന്നത് ആ ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക എന്ന് ഉറപ്പെടുന്നു. ചില സ്കൂളുകൾ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കാം, എങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 20 മുതൽ 22 മാർക്കിന് വരെയായിരിക്കും എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് 24 മുതൽ 26 മാർക്കിന് വരെ എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ നിന്ന് 16 മുതൽ 18 മാർക്കിന് വരെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഇതേ വെയിറ്റേജ്, ഇതേ പ്രൊപ്പോർഷനാലിറ്റി തന്നെയായിരിക്കും പബ്ലിക് എക്സാമിനും ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. കാരണം വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ട ചാപ്റ്ററാണ്. പബ്ലിക് എക്സാമിന് പോലും വളരെയധികം കൂടുതൽ മാർക്കിന് എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും. രണ്ടാമത് കോൺസെൻട്രേറ്റ് ചെയ്ത് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടുതൽ ചോദിക്കുന്ന ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. വെയിറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, എങ്കിൽ പോലും തന്നെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററുമാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 3 ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും ചോദിക്കുക. നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടായിരിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ്. സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതുകൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിനാൽ തന്നെ ഇതിലുള്ള മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും തന്നെ ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ്, ഏത് ചാപ്റ്ററാണ് വെയിറ്റേജ് കൂടുതലെന്നും ഏത് ചാപ്റ്ററാണ് വെയിറ്റേജ് കുറവെന്നും എത്ര മാർക്കിനാണ് ഏകദേശം ചോദിക്കുക എന്നുള്ള ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചാപ്റ്റേഴ്സ് എല്ലാം വളരെ ഈസി ആയിട്ട് പഠിക്കുവാനും ഇതിൽ നിന്നുള്ള ഫുൾ മാർക്കും ഉറപ്പിക്കുവാനുള്ള സ്റ്റഡി പ്ലാനുമായിട്ടും സ്റ്റഡി ടൈം ടേബിളുമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സൈലത്തിൻ്റെ മുഴുവൻ ടീമും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കുന്നത് വരെ.